വെഞ്ഞാറമൂട്ടിൽ കുടുംബാംഗങ്ങളെയും സുഹൃത്തിനെയും കൊലപ്പെടുത്തിയ കേസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോലീസ് സെല്ലിൽ റിമാൻഡിലുള്ള അഫാൻ എന്തുകൊണ്ടാണ് കൊലപാതകങ്ങൾക്ക് ചുറ്റിക തെരഞ്ഞെടുത്തത് എന്ന നിർണായക വിവരങ്ങൾ ലഭിച്ചുവെന്ന് പോലീസ്. ഈ ഘട്ടത്തിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ചുറ്റിക തെരഞ്ഞെടുത്തതിനെക്കുറിച്ചറിയാൻ സൈബർ പോലീസ് അഫാന്റെ ഫോണും ഇന്റർനെറ്റ് ഉപയോഗത്തിന്റെ വിവരങ്ങളും പരിശോധിച്ചിരുന്നു. അതിനിടെ അഫാന്റെ രാത്രി സഞ്ചാരങ്ങളെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വെഞ്ഞാറമൂട് പോലീസ് ആശുപത്രിയിലെത്തി അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. സഹോദരൻ അഹ്സാൻ, പെൺസുഹൃത്ത് ഫർസാന എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വെഞ്ഞാറമൂട് പോലീസ് ഇൻസ്പെക്ടർ RP അനൂപ് കൃഷ്ണയുടെ നേതൃത്വത്തിലെത്തിയ സംഘം അഫാനെ അറസ്റ്റ് ചെയ്തത്. അഫാന്റെ പിതൃമാതാവ് താഴെ പാങ്ങോട് മസ്ജിദിന് സമീപം താമസിക്കുന്ന സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസ് നേരത്തെ അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. പുല്ലമ്പാറ SN പുരത്ത് അബ്ദുൽ ലത്തീഫ്, ഭാര്യ സജിദ ബീവി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ അഫാന്റെ അറസ്റ്റ് വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തും. ആശുപത്രി നിരീക്ഷണം കഴിഞ്ഞാലുടൻ അഫാനെ ജയിലിലേക്ക് മാറ്റും. തുടർന്ന് വെഞ്ഞാറമൂട് പോലീസ് ആദ്യം കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്താനാണ് തീരുമാനമെന്നാണ് വിവരം. അഫാൻ, മാതാവ് ഷെമി എന്നിവർ സംഭവം നടന്നതിന്റെ തലേന്ന് 50,000 രൂപ വായ്പ ലഭിക്കുന്നതിനു വേണ്ടി വിവിധ സ്ഥലങ്ങളിലുള്ളവരെ സന്ദർശിച്ചതായി പോലീസിന് വിവരം ലഭിച്ചു. ഇതിന്റെ ഭാഗമായാണ് ഇരുവരും തട്ടത്തുമലയിലെ ബന്ധുവീട്ടിലെത്തിയത്. തട്ടത്തുമലയിൽ താമസിക്കുന്ന ബന്ധുവിന്റെ ചെറുമകളുടെ കൈവശം സ്വർണ്ണാഭരണമുണ്ടായിരുന്നത് ലക്ഷ്യമിട്ടാണ് ഇരുവരും വായ്പ വാങ്ങാൻ എത്തിയതെന്നാണ് സംശയിക്കുന്നത്. എന്നാൽ സ്വർണമോ പണമോ ലഭിച്ചില്ല. മാതാവിനൊപ്പം തട്ടത്തുമലയിലെത്തിയ അഫാൻ വീട്ടുകാർ ക്ഷണിച്ചിട്ടും വീടിനുള്ളിലേക്ക് കയറിയില്ല. വായ്പ ലഭിക്കാതെ വന്നപ്പോൾ മാതാവ് പുറത്തെത്തി ഇരുവരും പേരുമലയിലേക്ക് തിരിക്കുകയായിരുന്നു. എന്നാൽ കൊലപാതകങ്ങൾ നടക്കുന്ന ദിവസം രാവിലെ വീണ്ടും ഷെമി പ്രതീക്ഷ കൈവിടാതെ വീണ്ടും തട്ടത്തുമലയിലെ ബന്ധുവിനെ വിളിച്ചു. അപ്പോഴും കൈവശം പണമില്ലെന്ന മറുപടിയാണ് നൽകിയതെന്നും പോലീസിനോട് ബന്ധു പറഞ്ഞു. ഈ 50,000 രൂപ ആർക്ക് നൽകാൻ വേണ്ടിയാണ് മാതാവും മകനും ഓടി നടന്നതെന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അഫാൻ പാങ്ങോടെത്തി കൊല നടത്തിയതിന് ശേഷം സ്വർണമാലയുമായി വെഞ്ഞാറമൂട്ടിലെത്തി പണയം വെച്ച പണം വാങ്ങി. അതിൽ നിന്നും ഒരു തുക ആർക്കോ അയച്ചു കൊടുത്തുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പോലീസ് പറഞ്ഞു. കുടുംബത്തിന് കടബാധ്യതയില്ലെന്ന് പിതാവ് അബ്ദുൾ റഹീം പറഞ്ഞെങ്കിലും പോലീസ് കടബാധ്യത സ്ഥിരീകരിച്ചിട്ടുണ്ട്. അഫാന്റെയും അമ്മ ഷെമിയുടെയും ജീവിത ശൈലിയാണ് കടം പെരുകാൻ കാരണമെന്നും വിലയിരുത്തപ്പെടുന്നു. അതേസമയം അഫാന് മാനസിക പ്രശ്നങ്ങൾ ഇല്ലെന്ന് മെഡിക്കൽ ബോർഡ് സ്ഥിരീകരിച്ചു. പൂർണ്ണ ബോധത്തോടെയാണ് ഇയാൾ കൂട്ടക്കൊല നടത്തിയത്. ശാരീരിക പ്രശ്നങ്ങൾ മാറിയാൽ 2 ദിവസത്തിനകം ആശുപത്രി വിടാമെന്നും മെഡിക്കൽ ബോർഡ് അറിയിച്ചു. കുടുംബത്തിന് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത ഇല്ലായിരുന്നു എന്നാണ് പിതാവ് മൊഴി നൽകിയത്. 65 ലക്ഷത്തോളം രൂപ കടമുണ്ടെന്നായിരുന്നു പ്രതി അഫാൻ പോലീസിനോട് പറഞ്ഞത്. ബാങ്ക് ലോണും മറ്റു കടങ്ങളും ഉൾപ്പെടെ 15 ലക്ഷത്തിന്റെ ബാധ്യതയുണ്ടായിരുന്നു. എന്നാൽ കുടുംബത്തിന് അത്രയും വലിയ കടബാധ്യത ഉണ്ടായിരുന്നതായി തനിക്കറിയില്ലെന്നുമാണ് അബ്ദുൽ ലത്തീഫ് പാങ്ങോട് പോലീസിന് നൽകിയ മൊഴി.